അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സ്പോക്കൺ അറബിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ നാം ചെയ്തിട്ടുണ്ട്. 60ഓളം വീഡിയോകൾ നാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം താല്പര്യമുള്ള ആളുകൾ അടിച്ചെടുത്ത് കാണുക. അപ്പോൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. പാർട്ട് 58ൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് ആ വീഡിയോ അടിച്ചെടുത്ത് കാണുക. ഇനി അതിൻ്റെ ബാക്കി പറയാൻ പോവുകയാണ്. ഞാൻ കുറേ പദങ്ങൾ വായിക്കാം, അതിൻ്റെ അർത്ഥവും പറയാം. അന്ത ജവാദ്, എന്താ അർത്ഥം? അന്ത ജവാദ്, നീ ധർമ്മിഷ്ഠനാണ്. അന്ത ആദിൽ, നീ നീതിമാനാണ്. അന്ത ആദിൽ, നീ നീതിമാനാണ്. അപ്പോൾ പെണ്ണാൻ എങ്ങനെ പറയാ? അന്തി ആദില, നീ നീതിമതിയാണ്. അന്ത മിസ്കീൻ, നീ പാവമാണ്. പെണ്ണാവുമ്പോഴോ? അന്തി മിസ്കീന, അന്തി മിസ്കീന, നീ പാവമാണ്. അന്ത അബിയൽ, നീ വെളുത്തവനാണ്. അന്ത അസ്വദ്, നീ കറുത്തവനാണ്. അന്ത തവീൽ, നീ നീളമുള്ളവനാണ്. പെണ്ണാവുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ മാർക്ക് മാറ്റിയാൽ മതി. അന്ത തവീൽ, നീ നീളമുള്ളവനാണെന്നുള്ളത് എങ്ങനെ പെണ്ണാവും പറയാം? അന്തി തവീല. അന്ത ഖസീർ, നീ കുറിയവനാണ്, നീളം കുറഞ്ഞവനാണ്. പെണ്ണാകുമ്പോൾ അന്തി ഖസീറ. അന്ത ഹാരിബ്, നീ ഓടുന്നവനാണ്. അന്തി ഹാരിബ പെണ്ണാണെങ്കിൽ. അന്ത ഖാഫിസ്, നീ ചാടുന്നവനാണ്. പെണ്ണാകുമ്പോൾ ഖാഫിസ. അന്ത നായിം, നീ ഉറങ്ങുന്നവനാണ്. പെണ്ണാകുമ്പോഴോ അന്തി നായിമ. അന്ത മുസ്തൈഖിൽ, നീ ഉണർന്നവനാണ്. പെണ്ണാകുമ്പോൾ അന്തി മുസ്തൈഖില. അന്ത സഖീം, നീ രോഗിയാണ്. മരീൽ എന്നും പറയും. അന്ത സഖീം, നീ രോഗിയാണ്. പെണ്ണാകുമ്പോൾ അന്തി സഖീമ. അന്ത സഹീഹ്, നീ ആരോഗ്യമുള്ളവനാണ്. നീ ശരിയാണെന്നും അർത്ഥമുണ്ട്. അന്ത സഹീഹ്, നീ ആരോഗ്യമുള്ളവനാണ്. പെണ്ണാകുമ്പോൾ അന്തി സഹീഹ. ഇതാകുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോട് പറയാനുള്ളത്, യൂട്യൂബിന് പോളിസി ഉണ്ട്. അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയുമായിരിക്കും. അതായത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗീകാരം ലഭിക്കുക എന്നർത്ഥം. ആ അംഗീകാരം ലഭിച്ചതിന് ശേഷമേ നമുക്കിതിൽ നിന്ന് വല്ല നേട്ടവും കിട്ടുള്ളൂ. ആദ്യം യൂട്യൂബ് നമ്മുടെ ചാനലിൽ അംഗീകരിക്കണം. ഇപ്പം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം, അംഗീകാരം കിട്ടിയിട്ടില്ല, മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതാവണമെങ്കിൽ യൂട്യൂബിന് ചില കടമ്പകൾ, നമ്മൾ ചില കടമ്പകൾ കടക്കണം. എന്താ കടമ്പ? 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം. പിന്നെയോ 4000 വാച്ച് ടൈമും ലഭിക്കണം. അപ്പോൾ ഈ രണ്ട് വിഷയത്തും ഞാൻ വളരെ പിന്നിലാണ്. സബ്സ്ക്രൈബേഴ്സ് 1000-ന് താഴെയാണ്, വാച്ച് ടൈം 500-നും താഴെയാണ്. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഇനിയും കുറേ വർഷങ്ങൾ മുന്നോട്ട് പോകണം. എങ്കിലേ മോണിറ്റൈസേഷൻ ആയി കിട്ടുള്ളൂ, യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ള അംഗീകാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാച്ച് ടൈം ഇങ്ങനെ കുറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ, ജനങ്ങൾ കാണൽ കുറവാണ്. ഞാനിടുന്ന വീഡിയോ ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല വിഷയം, അതുകൊണ്ടായിരിക്കാം. നമ്മളിടുന്ന വിഷയം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. മനസ്സിലായോ?
അല്ല വേറെ കാരണം ഞാൻ കാണുന്നില്ല. അപ്പോൾ മോണിറ്റൈസേഷൻ ആവാതെ നമ്മൾ കുറേ ഇത് അധ്വാനിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് എത്തണമെങ്കിൽ മോണിറ്റൈസേഷൻ ആവണം. അപ്പം എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ പിന്നെ അവസ്ഥ തുടരുകയാണെങ്കിൽ, അഥവാ വാച്ച് ടൈം വളരെ കുറയുന്ന ഈ അവസ്ഥ, കുറഞ്ഞു കാണുന്ന അവസ്ഥ തുടരുകയാണെങ്കിൽ, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ചിന്തിക്കേണ്ടി വരും. വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കൂട്ടാനുള്ള മാർഗം ചിന്തിക്കേണ്ടി വരും. സ്വാഭാവികമല്ലേ? ഇതിൽ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ഇടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ അവർക്ക് പലർക്കും പല താല്പര്യമായിരിക്കും അല്ലേ? പലരുടെയും താല്പര്യം പലതായിരിക്കും. അവരുടെ എല്ലാ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം എന്നിരുന്നാലും ഒരു പക്ഷേ കുറച്ചുകൂടി വിഷയത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് വിജയിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ വിഷയം മാറ്റും എന്നർത്ഥം കേട്ടോ. കുറച്ചുകൂടിയാണ് പോയി വെക്കുക. ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ സഹകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.